അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നു ബദൽ വികസന കാഴ്ചപ്പാട്, മതനിരപേക്ഷ രാഷ്ട്രീയം, രാജ്യത്തിനകത്ത് ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗവുമാകെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഭരണകൂടം തന്നെ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം കേരളം അതിന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണം, എല്ലാവർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയാവുന്ന സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഉണ്ടായത് ഒരു ഇടതുപക്ഷ അടിത്തറയിൽ അതുപോലെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രകടനപത്രികയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയതെല്ലാം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ജനങ്ങളെ സമീപിച്ചത്. എന്നാൽ UDF കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള അതേ സമീപനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ മണ്ഡലങ്ങളുടെയോ വികസന പ്രശ്നങ്ങളെയോ അത്തരം കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന് ജനങ്ങൾക്കിടയിൽ മതധ്രുവീകരണം ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ വ്യാജ പ്രചരണങ്ങൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ജയിച്ചു കയറാം എന്നുള്ള വ്യാമോഹത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആകെ സംഘടിപ്പിച്ചത്. അത്തരം കാര്യങ്ങൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളതാണ്. തീർത്തും വ്യത്യസ്തമായുള്ള സമീപനമല്ല ഈ തരത്തിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് കേരളത്തിൽ പൊതുവിൽ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള ആളുകൾ ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വർദ്ധനവ് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. SIR ഭാഗമായിട്ട് വോട്ടർ പട്ടിക പരിഷ്കരിച്ചതാണ്. അപ്പോൾ സ്ഥലത്തില്ലാത്ത മരണപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഡബിൾ വോട്ട് തുടങ്ങിയുള്ള അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു വർദ്ധനവ് മൊത്തത്തിൽ പ്രതിഫലിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ളതെല്ലാം പോളിംഗ് ശതമാനത്തിൽ പറഞ്ഞു. നല്ല രാഷ്ട്രീയ മത്സരമാണ് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 16 അസംബ്ലി മണ്ഡലങ്ങളിൽ. സാധാരണഗതിയിൽ ഏതാനും അസംബ്ലി മണ്ഡലങ്ങളിൽ മാത്രമായിട്ടാണ് കടുത്ത മത്സരങ്ങൾ നടക്കാറ്. അതിന് വ്യത്യസ്തമായി UDF നന്നായി ഉയർക്കേണ്ടി വന്നിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷം വളരെ കൃത്യമായി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി ജില്ലയിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വികസന മാറ്റങ്ങൾ, അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും അതിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശാവഹമായിട്ടുള്ള BJPയിലേക്ക് പോയിട്ടുള്ള ചരിത്രം നമ്മുടെ ഉണ്ട്. നിരവധിയാർന്ന സംസ്ഥാനങ്ങളിൽ ഒന്നിച്ച് ജയിച്ച നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ BJPയിൽ പോയി ചേർന്ന് ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള ചരിത്രമാണ്, മുൻകാല അനുഭവമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. അപ്പം ജയിച്ചാലും തോറ്റാലും
ഞങ്ങൾ ഇവരെ ശക്തിപ്പെടുത്തും എന്നുള്ള നിലപാടാണ് ഇന്ന് വ്യക്തമാവുന്നത്. ഈ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തും, ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാം എന്നുള്ളതാണ് ഇവരാകെ പ്രചരിപ്പിച്ചത്. SIR നടപ്പിലാക്കിയത് പിണറായി ഗവൺമെൻറ്റാണ് എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ നടന്നു. അതിന് സമാനമായ രൂപത്തിലുള്ള വിവിധങ്ങളായുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി വികസനത്തോട് മുഖം തിരിഞ്ഞു നിന്ന് മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാതെ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന് വ്യാജ പ്രചരണങ്ങളിലൂടെ അപവാദ പ്രചരണങ്ങളിലൂടെ ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിൻ്റെ പരീക്ഷണശാലിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് UDF ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മികവാർന്ന ജനവിധി ഉണ്ടാകും. മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല രൂപത്തിലുള്ള വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം.